നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനാസ് അമേസിംഗ് വേൾഡ്. ഇത് ഇന്നലെ രാവിലത്തെ വീഡിയോ ആണ്. രാമായണ മാസാരംഭത്തിൻ്റെ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ വീട്ടിലെ വിളക്കെല്ലാം നന്നായി കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ മീഷോയിൽ നിന്ന് ഒരു ആദിശങ്കരയുടെ ഐഡൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതാണ്. ഇത് ഭയങ്കര എനിക്ക് ഒത്തിരി ഷോർട്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മേടിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ച് മേടിച്ചതാണ്. അപ്പോൾ 1-ാം തീയതി തന്നെ അത് വെച്ചു. അപ്പോൾ അതിൻ്റെ മേളിൽ ഒരു തിരിയുണ്ട്. അതൊരു 101 കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ മേടിക്കാം കേട്ടോ. അത് നല്ല രസമാണ് അതിങ്ങനെ വരുന്നത് കാണാനായിട്ട്. പിന്നെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ രാമായണമൊക്കെ വായിച്ച് അമ്പലത്തിലൊക്കെ പോയി. അപ്പോൾ അത് ഇന്നലത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ. ഇത് പിന്നെ ഇന്ന് രാവിലത്തെയാണ്. ഇന്നലെ പിന്നെ ഇതിന് ശേഷം പിന്നെ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അതിന് ശേഷമുള്ളത് പിന്നെ ഇത് ഇന്ന് രാവിലെ ഞാൻ എന്താണ് രാവിലെ ചെയ്യേണ്ടത് ഇങ്ങനെ മുറ്റത്ത് വന്നിരുന്ന് നോക്കണം. കാരണം മുറ്റത്ത് ഒരുപാട് പണികൾ കിടപ്പുണ്ട്. പക്ഷേ ചെയ്യാനൊട്ടും തോന്നുന്നുമില്ല. അങ്ങനെ ഒരു മഴയൊക്കെ പിടിച്ച് കിടക്കുന്ന കാരണം എനിക്ക് ഭയങ്കര മടി മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട്. പിന്നെ ഫസ്റ്റ് ഞാൻ എല്ലാം സിറ്റൗട്ടും ഗേറ്റിൻ്റെ ഫ്രണ്ടിലും ഒക്കെ റോഡും എല്ലാം തൂത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മുറ്റത്ത് വന്നതെന്ന് നോക്കിയപ്പോഴാണ് അവിടെ കുറേ ഇങ്ങനെ വള്ളി ഇങ്ങനെ പടർന്ന്, എനിക്ക് തോന്നുന്നു അത് സാമ്പാർ ചീരയോ മറ്റോ ആണെന്ന് തോന്നുന്നു. അതിങ്ങനെ കണ്ടമാനം റോസിലും ഒക്കെ ഇങ്ങനെ പടർന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബൊഗെയിൻവില്ലയൊക്കെ ഒരുപാട് കളയാനല്ല വെട്ടിയെടുക്കാനുണ്ട്. പിന്നെ അതിലെല്ലാം നിറച്ച് കളയുമായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ നടന്ന് ആദ്യം ഒന്ന് നോക്കി. ഇന്നിപ്പോൾ കാരണം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇത് മുഴുവൻ ചെയ്യണം. ഇപ്പോൾ എനിക്ക് സഹായിക്കാൻ വരുന്ന ചേട്ടൻ വരുന്നില്ല. അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര പാടാണ്. ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യണ്ടേ. നിറച്ച് കളയാം കേട്ടോ. വേരാണെങ്കിൽ പിടിച്ച് വലിച്ചോട്ട് വരുത്തോ ഇല്ല. അതുമാതിരി വേര് അതിനകത്ത് ഇറങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ റോസാണ്. നിറച്ച് റോസ്, നാടൻ റോസാണ് കേട്ടോ. നിറച്ച് പിടിക്കും എപ്പോഴും. ഇത് ഇങ്ങനെ റോഡിലോട്ടൊക്കെ നിൽക്കുമ്പോൾ അപ്പുറത്തുനിന്ന് അക്ക പറയും അത് റോഡിൽ നിന്ന് മാറ്റി അകത്തേക്കാക്കി വെക്കുക, അല്ലെങ്കിൽ വഴി കൂടെ പോകുന്നവരൊക്കെ അത് പറിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറയും. അപ്പോൾ അത് ഞാൻ കുറച്ച് ഉണങ്ങിയ കുറച്ച് ഇതൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പൂവിൻ്റെ മുട്ടിൻ്റെ ബാക്കിയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയാണ് ഞാനിതെല്ലാം ബൊഗെയിൻവില്ല ഓരോന്നായിട്ട് കുറച്ച്, ഇന്നെല്ലാം ഒന്നും ചെയ്തില്ല, കുറേശ്ശെ ഞാൻ വെട്ടിയെടുത്ത് കേട്ടോ.
ഇന്ന് രാവിലെ എന്നെ കൊണ്ട് പറ്റുന്ന അത്രയൊക്കെ കുറേ ചെടിച്ചട്ടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെട്ടിയിട്ടുണ്ട്, കുറച്ചൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം വെട്ടി ഞാൻ നഴ്സറിയിലേക്കാണ് കൊടുത്ത് വിടുന്നത്. അപ്പോഴത്തേക്ക് എന്നിട്ട് അത് കഴിഞ്ഞ് ഞാനിതെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി. എന്നാലും ഇനിയും ഒരുപാട് ജോലികൾ അവിടെ കിടപ്പുണ്ട്. കാരണം ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് നിറച്ച് പുല്ല് കയറി പിടിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്നും അങ്ങനെ വൃത്തിയാക്കാതെ പുതിയ ചെടിയൊക്കെ നടുന്നതിൻ്റെ ഇതിൽ പോയിട്ട് ആ ഭാഗമെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇനി അതെല്ലാം അവിടെ ഒന്ന് മാറ്റി കംപ്ലീറ്റ് ബൊഗെയിൻവില്ലയൊക്കെ നന്നായിട്ടൊന്ന് ആക്കിയെടുത്താൽ ഇനി അടുത്ത സീസണിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് പൂക്കളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തു. കുഞ്ഞിയുണ്ട്, കിളികളും ഉണ്ട് എൻ്റെ കൂടെ കേട്ടോ. ഞാൻ രാവിലെ വെട്ടിയ ബൊഗെയിൻവില്ലയാണ് ഇതെല്ലാം. ഇത് നഴ്സറിയിലോട്ട് കൊടുത്തു വിടാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി. കുഞ്ഞിതേ നടുക്കിരിപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അകത്തോട്ട് കയറുമ്പോൾ എൻ്റെ കൂടെ കയറി വരാനായിട്ട് എന്നെ നോക്കിയിരിക്കുകയാണ് അവൾ. പിന്നെ കിളികളെ ഞാൻ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നട്ട് മണി പ്ലാന്റ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് എല്ലാം കിട്ടത്തില്ല, എന്നാലും കുറേയൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.